ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നൊരു പപ്പായ കൊണ്ട് പല വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ ഒരു പപ്പായയുടെ ഒരു കഷ്ണം എടുത്തിരിക്കുന്നത്, അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ചോപ്പറിന് ഇങ്ങനെ ചെറുതായിട്ടങ്ങ് കട്ട് ചെയ്തിട്ട്, അപ്പോൾ എളുപ്പമുണ്ടല്ലോ ചോപ്പറിനകത്തേക്കിട്ട്, ഇതുപോലെ ചോപ്പറിനകത്തേക്കിട്ട് അങ്ങ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഞാനിവിടെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേഗം അടുപ്പയിലേക്കൊന്ന് വയ്ക്കാം. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് കുക്കറിലേക്ക് ഇടുവാണ്. അതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി വേണ്ട, ഇതിന് ഇത്തിരി ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ അങ്ങ് അടച്ചു വെച്ച് വേവിക്കാം. വേകാൻ ആവശ്യമായ വെള്ളം ഇട്ട് കൊടുത്ത് ഞാൻ കുക്കറിൽ ഒരു വിസിലങ്ങ് കേൾപ്പിച്ചാൽ പെട്ടെന്ന് പണി നടക്കും. ഓക്കെ, അപ്പോൾ ഒരു വിസിൽ വരട്ടെ. ഇന്നത്തെ ദൈവവചനം എന്തെന്നൊന്ന് ചിന്തിക്കാം. റോമർ 8:1 ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ആ രക്ഷയുടെ അനുഭവത്തിനകത്തേക്ക് കടന്നു വരികയും നിത്യ ന്യായവിധിയിൽ നിന്ന് ഒഴിവാകുവാൻ തക്കവണ്ണം അങ്ങനെയുള്ളവരെ കർത്താവ് സഹായിക്കും. അപ്പോൾ നമുക്ക് അരയ്ക്കാനായിട്ട് എടുക്കാം. ഞാൻ കുറച്ച് ലിയോയ്ക്കെല്ലാം വേണം. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇട്ട പച്ചമുളക്, ഇച്ചിരി ഉള്ളി, ഇച്ചിരി കടുക്, ജീരകം, ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇടാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. ഒരു വിസിലൊക്കെ വന്നത് വെന്ത് കാണും, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. അരപ്പിടാം. അരപ്പിട്ട് നല്ലതായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാലേക്ക് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് ഇത് ഞാൻ ഇച്ചിരി നല്ല കട്ട തൈര് ഉടച്ച് വെച്ചേക്കുന്നത്, അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ചിട്ട് ഒത്തിരി അങ്ങ് ചൂടായി പോകണ്ട, പതിയെ ഒന്ന് ഇതായാൽ മതി. ഒരു 2 മിനിറ്റ് ഇരുന്നാൽ മതി. ഇനി നമുക്കത് ഓഫ് ചെയ്തിട്ടൊന്ന് കടുക് പൊട്ടിക്കാം. കടുക് വറുക്കാനുള്ള പാത്രം ചൂടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിലേക്ക് നമുക്ക് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. ജീവക്കുട്ടന് വേണോ ഉലുവ? കടുക്, നമുക്ക് 2 ഉണക്കമുളക്. ജീവക്കുട്ടൻ പേടിച്ചു പോയോ? ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ജീവക്കുട്ട, കടുക്, മൂത്തത് നമുക്കതിനകത്തേക്ക് ഒഴിക്കാം. ഹോട്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ പണി കഴിഞ്ഞു. പപ്പായ കൊണ്ട് ഉണ്ടാക്കിയിട്ട് വളരെ രുചിയായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ സ്വാദിഷ്ടമായ പപ്പായ പച്ചടി റെഡി ആയിട്ടുണ്ട്. പപ്പായ കൊണ്ട് ഉണ്ടാക്കാത്തവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ നമ്മുടെ പരിമ്പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ കിടക്കുന്ന പപ്പായ കൊണ്ട് ഇങ്ങനെ നല്ലൊരു കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നവരെയും കർത്താവിൻ്റെ വിസ്താരമേറിയ ചിറകിനടിയിൽ നമ്മെ അവരെയും കാത്ത് സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.